السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ നബിമാരിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വിശദമായ ചരിത്രം വിവരിച്ച മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയും ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ പ്രവേശിക്കുകയും ജയിലിലെ രണ്ട് കൂട്ടുകാർ ഒരു സ്വപ്നം കാണുകയും അവരുടെ സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ അവസാനം വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷമുള്ള സംഭവങ്ങൾ സൂറത്ത് യൂസുഫിൽ തുടങ്ങുന്നത് നമുക്കിങ്ങനെ കാണാം. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخرى يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. وقال الملك ആ രാജ്യത്തെ അഥവാ മിസ്റിലെ ഈജിപ്തിലെ രാജാവ് പറഞ്ഞു, ഇന്നി അറ, ഞാൻ കാണുന്നു, അഥവാ അദ്ദേഹം സ്വപ്നം കണ്ടു, 7 ബഖറാത്ത്, 7 പശുക്കൾ, സിമാനിൻ, സമീൻ എന്നാൽ തടിച്ചത് എന്നാണ്, തടിച്ച 7 പശുക്കൾ, 7 ബഖറാത്തിൻ സിമാൻ, യഅകുലുഹുന്ന, ആ തടിച്ച 7 പശുക്കളെ തിന്നുന്നു, 7 ഇജാഫ്, മെലിഞ്ഞ 7 പശുക്കൾ, മെലിഞ്ഞ 7 പശുക്കൾ, നല്ല തടിയുള്ള 7 പശുക്കളെ തിന്നുന്നു, 7 സുംബുലാത്ത്, 7 കതിരുകൾ, അതും ഞാൻ കാണുന്നു, ഖുദ്രിൻ, നല്ല പച്ചയായ 7 കതിരുകളും, ഉഖറ യാബിസാത്ത്, 7 ഉണങ്ങിയ കതിരുകളും ഞാൻ കാണുന്നു. യാ അയ്യുഹൽ മല, അദ്ദേഹം പറഞ്ഞു, ഓ എൻ്റെ കൊട്ടാരത്തിലെ പ്രമുഖരെ. മല എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുള്ള, രാജാവിൻ്റെ അരികിൽ സ്ഥാനമുള്ള ആളുകൾ, ആ നാട്ടിലെ ആഢ്യത്വവും മറ്റുമുള്ള അധികാരത്തിൽ സ്ഥാനമുള്ള പ്രമാണിമാരായ ആളുകൾ. അവർ വിളിച്ചു പറയുകയാണ്, അഫ്തൂനി ഫി റുയായി, എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എനിക്ക് അറിയിച്ചു തന്നാലും, ഇൻ കുൻതും ലിറുയാ തഅബുറൂൻ, നിങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയുമെങ്കിൽ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിലിലകപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിനെ പുറത്തെത്തിക്കാൻ, യൂസുഫ് നബിയെ രക്ഷപ്പെടുത്താൻ, ആ നാട്ടിൽ ജയിലൊക്കെ തകർന്നു വീഴുന്ന ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ജയിലുകൾ തകർത്ത് തടവറയിൽ കഴിയുന്ന ആളുകളെ മോചിപ്പിക്കുന്ന ഒരു സൈന്യത്തെയോ ഒന്നും അല്ലാഹു അയച്ചില്ല. മറിച്ച് ആരോരും അറിയാത്ത നിശബ്ദമായ ഒരു രാത്രിയിൽ ആ നാട്ടിലെ രാജാവിന് ഒരു സ്വപ്നം അല്ലാഹു കാണിച്ചു കൊടുത്തു. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ, യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നതായി ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നതുപോലെ, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, എൻ്റെ റബ്ബ്
അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ആരും നനച്ചിരിക്കാത്ത വഴികളിലൂടെ മാർഗങ്ങളിലൂടെ നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചോ അവരത് നടപ്പിലാക്കിയെടുക്കും. നോക്കൂ, അങ്ങനെ ഈ രാജാവ് സ്വപ്നം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നി അറാ, ഞാൻ കാണുന്നു എന്നാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാം അദ്ദേഹം ഒരു തവണയല്ല ആവർത്തിച്ച് ഈ സ്വപ്നം കണ്ടു എന്നാണ്. ഒരേ സ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് കാണുന്നത്? 7 പശുക്കൾ, തടിച്ച 7 പശുക്കൾ, മെലിഞ്ഞ 7 പശുക്കൾ. ഈ മെലിഞ്ഞത് 7 തടിച്ച പശുക്കളെ തിന്ന് തീർക്കുന്നു, വിഴുങ്ങുന്നു. 7 നല്ല പച്ചയായ കതിരുകൾ, ധാന്യമണികളുടെ കതിരുകൾ, 7 ഉണങ്ങിയതും. അദ്ദേഹം ഇത് ആവർത്തിച്ച് കണ്ടപ്പോൾ ഇത് സാധാരണ സ്വപ്നമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പ്രമാണികളായ ആളുകളോട് അതേക്കുറിച്ച് ചോദിച്ചു. നിങ്ങൾ നോക്കണം, രാജകൊട്ടാരം എന്ന് പറയുന്നത് പൊതുവെ ആവശ്യമുള്ള ഏതേത് കാര്യമുണ്ടോ അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഏറ്റവും മേന്മയുള്ള കാര്യം കൊട്ടാരത്തിലുണ്ടാവും. കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ആളുകൾ, അതിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഏറ്റവും നിപുണരായ ആളുകളാണ് കൊട്ടാരത്തിലുണ്ടാവുക. അതുകൊണ്ട് സ്വപ്നവ്യാഖ്യാനം എന്ന അറിവ് അതും പഠിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ ആ രാജാവിന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല ആളുകളെ അവിടെ കൊണ്ടുവെക്കേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് ഇതിൻ്റെ വ്യാഖ്യാനം അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു അദ്ഗാസു അഹ്ലാം. അദ്ഗാസു അഹ്ലാം, അദ്ഗാസു അഹ്ലാം എന്നാൽ വെറും കിനാവുകളാണ്, അർത്ഥമില്ലാത്ത കിനാവുകൾ. അദ്ഗാസു അഹ്ലാം എന്ന് അവർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു. അതവർ പറഞ്ഞത് തീരെ ശരിയല്ലാത്തൊരു മറുപടിയാണ്. കാരണം അവർക്ക് അറിയില്ല എന്നതുകൊണ്ട് അത് അർത്ഥമില്ലാത്ത വെറും ഒരു ദിവാസ്വപ്നമായി ആയിത്തീരുക എന്നത് ശരിയല്ലല്ലോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അറിയില്ലാത്ത കാര്യം നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും ശരിയായ രീതി. നസ്ഫുൽ ഇൽമി ലാ അദ്രി, മുൻഗാമികൾ പറഞ്ഞത് കാണാം, അറിവിൻ്റെ പകുതിയാണ് ലാ അദ്രി, എനിക്കറിയില്ല എന്ന വാക്ക്. കാരണം അത് പറഞ്ഞവൻ തനിക്ക് അറിയില്ല എന്ന വിവരമുള്ളവനാണ്. എന്നാൽ അത് പറയാത്തവൻ അതുകൂടി അവൻ അറിയില്ല, തനിക്ക് അറിയില്ല എന്ന വിവരം കൂടി അവനില്ല. അവൻ്റെ ജഹൽ മുറക്കബായ ജഹലാണ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ തിരിച്ചറിയാത്ത വിവരക്കേട്. അങ്ങനെയുള്ളവർ പഠിക്കുകയില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് ആളുകൾക്ക് ദ്രോഹമുണ്ടാകും. ഏത് കാര്യത്തിനാണെങ്കിലും, നമ്മുടെ ദുനിയാവിൻ്റെ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും, ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ കാര്യത്തിലോ ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിച്ചു, അയാൾ അറിവില്ലാതെ വല്ലതും പറഞ്ഞ് അന്ന് നമ്മൾ പെട്ടാൽ നമ്മൾ പറയും ആൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വേണ്ടാത്തത് പറയുന്നത്? ഇവർ പറഞ്ഞത് തെറ്റായ ഒരു മറുപടിയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു വമാ നഹ്നു ബിതഅവീലിൽ അഹ്ലാമി ബിആലിമീൻ, ഞങ്ങൾക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒരു അർത്ഥമുള്ള സ്വപ്നമാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ല. ഇതാകട്ടെ അർത്ഥമില്ലാത്ത കേവലം കിനാവുകൾ മാത്രമാണ് എന്ന് അവർ പറഞ്ഞു. വഖാല അല്ലദീ നജാ മിൻഹുമാ വദ്ദകറ ബഅദ ഉമ്മത്തിൻ അന ഉനബ്ബിഉകും ബിതഅവീലിഹി ഫഅർസിലൂൻ. ഈ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും എന്ന വർത്തമാനം കേട്ടപ്പോൾ അവിടെ കൊട്ടാരത്തിൽ രാജാവിന് വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കാനായി ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു? നേരത്തെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടെ ജയിലിൽ കഴിഞ്ഞ ആളാണ്. അയാളോട് യൂസുഫ് അലൈഹിസ്സലാം രക്ഷപ്പെട്ടാൽ നിന്റെ യജമാനനോട് അഥവാ രാജാവിനോട് എൻ്റെ കാര്യം പറയണം, ഞാനിവിടെ ഒരു കാരണവുമില്ലാതെ അന്യായമായി ജയിലിൽ കിടക്കുകയാണ് വർഷങ്ങളായി എന്നത് പറയണം, അങ്ങനെ എന്നെ മോചനത്തിൽ സഹായിക്കണം എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞയച്ച ആളാണ്. പക്ഷെ ആളെ പിശാച് മറപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഈ രംഗത്തിന് സാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന് യൂസുഫ് അലൈഹിസ്സലാമിന് ഓർമ്മ വന്നു. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അശ്ശൈഉ ബിശ്ശൈഇ യുദ്കർ. അശ്ശൈഉ ബിശ്ശൈഇ യുദ്കർ. ഒരു കാര്യം കൊണ്ടാണ് അതുപോലുള്ള സമാനമായ മറ്റൊരു കാര്യം നമുക്ക് ഓർമ്മ വരിക. ഒരാളെ നമുക്ക് ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാകും, പക്ഷെ ആളെ വീണ്ടും കണ്ടാൽ ഓർമ്മ വരും. അങ്ങനെ ഒരാളെയും അയാളുമായുള്ള ഇടപാടും സംഗതികളൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആളെവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടാൽ അയാളുമായി നടന്ന ഇടപാടും കാര്യങ്ങളും കഥയൊക്കെ ചിലപ്പോൾ ഓർമ്മ വന്നേക്കും. ഇങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വഖാലല്ലദീ നജാ മിൻഹുമാ, നേരത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരിൽ ഒരാൾ പറഞ്ഞു വദ്ദകറ, അദ്ദേഹം ഓർത്തെടുത്തു, ബഅദ ഉമ്മ, ഒരു നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം ഓർത്തെടുത്തു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന ഉനബ്ബിഉകും ബിതഅവീലിഹി, അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ബിതഅവീലിഹി, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫഅർസിലൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ അയച്ചാലും, എന്നെ ജയിലിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അയച്ചാലും എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അയാൾ യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാൻ വരികയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ ജയിലിലേക്ക് കൊട്ടാരത്തിലെ ഈ ജോലിക്കാരൻ വരുന്നു. അയാൾ വന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യൂസുഫു അയ്യുഹ സിദ്ദീഖു അഫ്തിന ഫീ സബ്ഇ ബഖറാത്തിൻ സിമാൻ يأكلهن سبع عجاف وسبع سنبلات خضر وأخرى يابسات لعلي أرجع إلى الناس لعلهم يعلمون. ويوسف أيها الصديق, മനുഷ്യൻ യൂസുഫ് അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്ത് അങ്ങനെയാണ്, അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫ്, അഫ്തിന, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഫീ സബ്ഇ ബഖറാത്തിൻ സിമാൻ, 7 തടിച്ച പശുക്കൾ, യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ്, 7 മെലിഞ്ഞ പശുക്കൾ അവയെ തിന്നുന്നു, വസബ്ഇ സുംബുലാത്തിൻ ഖുദർ, 7 പച്ച കതിരുകൾ, വഉഖറ യാബിസാത്ത്, 7 ഉണങ്ങിയ കതിരുകളും. ഇങ്ങനൊരു സ്വപ്നം രാജാവ് കണ്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നാലും, ലഅല്ലി അർജിഉ ഇലന്നാസ്, എങ്കിൽ എനിക്ക് ആളുകളുടെ അരികിൽ പോയി ലഅല്ലഹും യഅലമൂൻ, ഇതവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ അവർക്കിത് മനസ്സിലാകുമല്ലോ. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാം നേരത്തെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത്, എൻ്റെ കാര്യം ഒന്ന് രാജാവിനോട് പറയണം എന്ന് പറഞ്ഞ് അത് മറന്ന് വർഷങ്ങൾ കഴിഞ്ഞു. 3 മുതൽ ഏതാണ്ട് 10 വരെ വർഷങ്ങൾ യൂസുഫ് അലൈഹിസ്സലാം ഇതിന് ശേഷം ജയിലിൽ കിടന്നു എന്നാണ്. ഇത്രയും വർഷം കഴിഞ്ഞ് ഏൽപ്പിച്ച കാര്യവും മറന്ന ആൾ വന്നിട്ട് വീണ്ടും എന്ത് ചോദിക്കാൻ? സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കാൻ. പക്ഷേ സുബ്ഹാനല്ലാഹ്, യൂസുഫ് അലൈഹിസ്സലാം അയാളെ തൻ്റെ കാര്യം മറന്നതിന് ശാസിക്കുകയോ അല്ലെങ്കിൽ ഇനി എൻ്റെ ജയിൽ മോചനത്തിൻ്റെ കാര്യം ആദ്യം തീരുമാനാക്കി എന്നിട്ട് ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നേരെ യൂസുഫ് അലൈഹിസ്സലാം അതിൻ്റെ അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുത്തു എന്നാണ്. നേരെ പറഞ്ഞു കൊടുത്തു. ഖാല തസ്റഊന 7 സിനീന ദഅബൻ ഫമാ ഹസദ്തും ഫദറൂഹു ഫീ സുംബുലിഹി ഇല്ലാ ഖലീലൻ മിമ്മാ തഅകുലൂൻ ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, തസ്റഊന 7 സിനീന ദഅബൻ, 7 വർഷങ്ങൾ നിങ്ങൾ കൃഷി ചെയ്യും. ദഅബൻ, നിരന്തരമായ ഒരു തടസ്സവുമില്ലാതെ നല്ല സമൃദ്ധമായ കൃഷി നിങ്ങൾ ചെയ്യും. അങ്ങനെ കൃഷി ചെയ്താൽ ഫമാ ഹസത്തും, നിങ്ങൾ കൊയ്തെടുക്കുന്നത്, ഫദറൂഹു ഫി സുംബുലിഹി, നിങ്ങൾ അതിൻ്റെ കതിരുകളിൽ തന്നെ വെച്ചേക്കുക. സൂക്ഷിച്ചു വെക്കും. എന്ത് ചെയ്യരുത്? കതിരുകളിൽ നിന്ന് ധാന്യം പറിച്ചെടുത്ത് സൂക്ഷിക്കരുത്, അതിൽ വെച്ച് തന്നെ സൂക്ഷിക്കുക. അത് എന്തിനു വേണ്ടിയാണ്? വേഗം കേടുവരാതിരിക്കാൻ. എല്ലാ ഖലീലൻ മിമ്മാ തഅകുലൂൻ, തിന്നാൻ നിങ്ങൾ എടുക്കുന്ന അല്പം ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ആ 7 വർഷങ്ങളിൽ തിന്നുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിതത്വം പാലിക്കണം, സൂക്ഷിച്ചുപയോഗിക്കണം. ആ കുറച്ചൊഴിച്ച് ബാക്കിയുള്ളത് അതിൻ്റെ കതിരുകളിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യും. സുമ്മ യഅതി, പിന്നെ വരും, മിൻ ബഅദി ദാലിക, അതിനുശേഷം 7 ശിദാദ്, കടുത്ത 7 വർഷങ്ങൾ, വരൾച്ചയുടെ ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ വരും. ആ വർഷങ്ങൾ എന്ത് ചെയ്യും? യഅകുൽന, തിന്നു തീർക്കും. എന്ന് പറഞ്ഞാൽ അന്ന് കൃഷി ഉണ്ടാവുകയില്ല. നേരത്തെ ഉണ്ടായ 7 വർഷം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതെന്തോ അത് തീർക്കലല്ലാതെ വഴിയില്ല. യഅകുൽന മാ ഖദ്ദംതും ലഹുന്ന, നിങ്ങൾ ഈ പിന്നീടുള്ള 7 വർഷത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതെന്തോ അത് തിന്നു തീർക്കുന്ന 7 വർഷങ്ങളാണ് വരിക. എല്ലാ ഖലീലൻ മിമ്മാ തുഹ്സിനൂൻ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിൽ അല്പമൊഴികെ ബാക്കിയൊക്കെ തീർന്നു പോകുന്ന കാലമാണ്. 7 7 14. 15ാമത്തെ വർഷം എന്താണ്? സുമ്മ യഅതി മിൻ ബഅദി ദാലിക ആമുൻ, പിന്നീടൊരു വർഷം വരും, ഫീഹി യുഗാസുൻ നാസ്, ജനങ്ങൾക്ക് സമൃദ്ധമായി മഴ ലഭിക്കുന്ന വർഷമാണത്. വഫീഹി യഅസിറൂൻ, അവർ ആ വർഷം എന്ത് ചെയ്യും? അസീർ ഉണ്ടാക്കും. അസീർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ജ്യൂസാണ്, പഴച്ചാറാണ് അസീർ. അതുണ്ടാക്കി കുടിക്കണമെങ്കിൽ
ജനങ്ങൾ അത്രയും നല്ല അവസ്ഥയിലാണ് എന്നതിൻ്റെ അടയാളമാണ്. കാരണം വിശപ്പുണ്ടെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ശ്രമിക്കുക? തിന്നാനാണ്. വിശപ്പ് അടങ്ങിയിട്ട് ബാക്കിയുണ്ട്, അപ്പോഴാണ് അതെന്ത് ചെയ്യുള്ളൂ, അത് കുടിക്കുള്ളൂ. അത്രയും സമൃദ്ധമായ ഒരു വർഷം അതിനുശേഷം വരുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്വപ്നം രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു പാഠമാണ്, അഥവാ ഒരു രാജാവോ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളോ കാണുന്ന സ്വപ്നം പലപ്പോഴും ആ സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്നതായിരിക്കും, അയാളെ മാത്രം ബാധിക്കുന്നതായിരിക്കണം എന്നില്ല. മനസ്സിലായില്ലേ? ഒരു രാജാവോ ഒരു സമൂഹത്തിൽ സ്ഥാനമുള്ള ഒരാളോ കാണുന്ന സ്വപ്നം സാധാരണക്കാർ കാണുന്ന സ്വപ്നം പോലെ ആകണം എന്നില്ല. ഏതുപോലെ അള്ളാഹുവിൻ്റെ നബിമാരുടെ സ്വപ്നം വഹയാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ സ്വപ്നം വഹയാണ്. അതുപോലെ നോക്കൂ, രാജാക്കന്മാർ കാണുന്ന സ്വപ്നം ഒരു പക്ഷേ അയാളെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യം ആകണമെന്നില്ല, അത് മാത്രമാകണമെന്നില്ല. ഇത് മാത്രമല്ല, അയാൾ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യം പോലും പൊതുവെ എന്ത് ചെയ്യും? നാട്ടുകാർ ബാധിക്കും. കാരണം അയാൾ മൊത്തം ഉത്തരവാദിത്വമുള്ള ആളാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു പശുവിനെ അറുക്കപ്പെടുന്നത്. അതുപോലെ പ്രയാസകരമായ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ പറഞ്ഞു ഖൈർ, ഇൻഷാ അല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞു. പക്ഷെ ഉഹദിൽ എന്ത് സംഭവിച്ചു? ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബത്തിൽ പലരും കൊല്ലപ്പെട്ടു, 70 സഹാബിമാർ കൊല്ലപ്പെട്ടു. അതിൽ നബിയുടെ പ്രിയങ്കരനായ നബിയുടെ പിതൃ സഹോദരൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന് മുന്നേ കണ്ടിരുന്നു. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മക്കയിൽ ചെല്ലുന്നതും ഉംറ ചെയ്യുന്നതും ഒക്കെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് എന്തിനു പുറപ്പെട്ടത്? ഉംറക്ക് പുറപ്പെട്ടത്. പക്ഷേ ആ ഉംറ നടന്നില്ല. അതായത് ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തവാഫിനും സഈനും ഒന്നും സാധിച്ചില്ല. മറിച്ച് ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെടുക്കുകയും ഉംറ നഷ്ടപ്പെട്ടതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവർ ബലിമൃഗത്തെ അറുക്കുകയും ചെയ്യുകയുണ്ടായി. അടുത്ത വർഷം ഉംറത്തുൽ ഖദിയ്യ അല്ലെങ്കിൽ ഉംറത്തുൽ ഖദാ ഉണ്ടായി. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നത്, നബി അങ്ങ് സ്വപ്നം കണ്ടിട്ടില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? കാരണം മുശ്രിക്കുകളുമായി ഉണ്ടാക്കിയ കരാറിലെ ഒരു വ്യവസ്ഥ ഈ വർഷം ഉംറ ചെയ്യരുത് എന്നായിരുന്നു. വേറെയും മുസ്ലിമീങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പ്രയാസകരമായി തോന്നുന്ന ധാരാളം വ്യവസ്ഥകൾ അതിനുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഉമറിനോട് ചോദിച്ചു, ഞാൻ ഈ വർഷം ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അത് ചെയ്യും. അള്ളാഹു എന്താണ് പറഞ്ഞത്? ലഖദ് സദഖ അല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖ്. അള്ളാഹു അവൻ്റെ റസൂലിന് കാണിച്ച സ്വപ്നം അത് സത്യമാണ്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റഊസക്കും വമുഖസ്സിരീന ലാ തഖാഫൂൻ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിർഭയത്വത്തോടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ മുടിയെടുക്കും, മുടിവടിക്കും, മുട്ടയടിക്കും, അതുപോലെ മുടി മുറിക്കും. നിങ്ങൾ പേടിക്കാതെ അവിടെ പ്രവേശിക്കും. അള്ളാഹു കാണിച്ച സ്വപ്നം അത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് റബ്ബ് പറയുകയുണ്ടായി. അപ്പം നോക്കൂ, രാജാവ് കണ്ട സ്വപ്നമാണ്. ഇതിൻ്റെ വ്യാഖ്യാനമാകട്ടെ ആളുകളെ ഒന്നാകെ ബാധിക്കുന്നതാണ്. എന്താണ് വ്യാഖ്യാനം? ഇനിയുള്ള 7 വർഷങ്ങൾ നല്ല സമൃദ്ധമായ 7 വർഷമാണ്. പക്ഷെ അതിനുശേഷം വരുന്ന 7 വർഷങ്ങൾ ക്ഷാമത്തിൻ്റെ, വരൾച്ചയുടെ, മഴയില്ലാത്ത അവസ്ഥയുടെ 7 വർഷങ്ങളാണ്. അതിനുശേഷം ഒരു വർഷം വീണ്ടും മഴയും അതുപോലെ സമൃദ്ധിയുമെല്ലാം ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം മുഖേന അള്ളാഹു മിസ്റിന് അതിൽ ആളുകൾക്ക് നൽകിയ ഖൈർ നോക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് കേവലം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മാത്രമല്ല പറഞ്ഞു കൊടുത്തത്, പിന്നെയോ ആ വ്യാഖ്യാനത്തിൽ വന്ന കാര്യമുണ്ടല്ലോ, ആ പ്രശ്നമുണ്ട്, അതിൻ്റെ പരിഹാരം കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേവലം പ്രശ്നമല്ല പറഞ്ഞു കൊടുത്ത്, മറിച്ച് പരിഹാരം കൂടി യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതും ജയിലിൽ ഇങ്ങനെ കാലങ്ങൾ കഴിയാൻ മാത്രം കാര്യമേ മറന്ന് പോയ ആളാണ് വന്ന് ചോദിക്കുന്നത്. ജയിലിൽ അകപ്പെടുത്തിയ ആളുകളാണ് ഭരണത്തിലുള്ളത്. പക്ഷേ നോക്കൂ, ജനങ്ങളോടുള്ള നസീഹ, അവരോടുള്ള ഗുണകാംക്ഷ അള്ളാഹുവിൻ്റെ നബിമാർ വെച്ചു പുലർത്തിയിരുന്നു. ആളുകൾക്ക് നന്മ വരണം എന്നാഗ്രഹിച്ചിരുന്നു. അപ്പോൾ നോക്കൂ, മൊത്തത്തിൽ ജനങ്ങൾ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെയും ദ്രോഹിക്കാൻ
ഒരുമ്പിട്ടിറങ്ങിയിട്ടുള്ള മുഹാരിബുകളായ ആളുകളല്ല എങ്കിൽ ജനങ്ങൾ ആരാകട്ടെ അവർക്ക് ഭൗതികമായ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാൻ, ഖൈറുണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി പ്രയത്നിക്കുക ശ്രേഷ്ഠമായ അമലാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാണെങ്കിൽ പോലും, മുഹാരിബുകളല്ല, മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളവരോ അവരെ കൊല്ലാൻ നടക്കുന്നവരോ അവരോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ളവരോ അത് പരസ്യമാക്കിയവരോ അല്ല, മുസ്ലിമീങ്ങളുമായി നല്ല നിലക്ക് പോകുന്ന ആളുകളാണോ അവർക്ക് ഭൗതികമായ കാര്യത്തിനാണ് എങ്കിൽ പോലും അവരുടെ ഹിദായത്തിന് വേണ്ടി നീ പരിശ്രമിക്കുക എന്നതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഉപകാരം. അവരെ ഹിദായത്തിലേക്ക് വിളിക്കുക, അള്ളാഹുലേക്ക് ക്ഷണിക്കുക, അവർക്ക് ഈ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അതാണ് ഏറ്റവും അവർക്ക് ചെയ്യാവുന്ന ഉപകാരം. പക്ഷേ ദുനിയാവിലെ ഒരു മസ്ലഹത്തിന് വേണ്ടി പ്രയത്നിക്കലും പോരാ, ദുനിയാവിൽ വരാൻ സാധ്യതയുള്ള ഒരു ഷർറ് അത് ചെയ്യേണ്ടത്, അത് അപകടമാണ്, മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കലും പുണ്യകരമായ കാര്യമാണ്, സംശയമില്ല. അള്ളാഹുവിൻ്റെ നബിമാരുടെ മാതൃക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള മാതൃക അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിടിച്ചു വരാൻ ഉത്തരവിട്ടിരുന്നു. അയാൾ മറ്റൊരു നാട്ടിൻ്റെ ഭരണം കൈയാളിയിരുന്ന ആളായിരുന്നു. സഹാബത്ത് ആളെ പിടിച്ചുകൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം മസ്ജിദ് നബവിയിൽ ആളെ കെട്ടിയിട്ടു, തൂണിൽ പിടിച്ച് കെട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ദിവസം ഇസ്ലാം സ്വീകരിക്കാൻ, ഈ ദീനിലേക്ക് ഖൈറിലേക്ക് വരാൻ സുമാമയെ ക്ഷണിച്ചു. പക്ഷേ സുമാമ തയ്യാറായില്ല. നിങ്ങളെന്നെ കൊന്നാൽ പകരം വീട്ടാൻ ആളുകളുള്ള ഒരാളെയാണ് കൊല്ലുന്നത് എന്നവർക്ക്. ഇനി നിങ്ങൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഖൈറാണ് എന്ന് സുമാമ തൻ്റെ അഹങ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. രണ്ടാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആളോട് ഇസ്ലാം ആൾക്ക് മുന്നിൽ വെച്ചു, സ്വീകരിക്കാൻ തയ്യാറില്ല, അതേ വർത്തമാനം. മൂന്നാമത്തെ ദിവസം അതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു. ആൾ മസ്ജിദിൽ കെട്ടിയിടപ്പെട്ട നിലയിലാണ് ഈ 3 ദിവസം. മുസ്ലിമീങ്ങളെ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു, അവരുടെ ഇബാദത്ത് കാണുന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹം അഴിച്ചു വിട്ടപ്പോൾ കുളിച്ചു വരികയും എന്നിട്ട് ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതാ ഈ ദിവസത്തിന് മുൻപ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ദീൻ അത് നിങ്ങളുടെ ദീനായിരുന്നു. പക്ഷേ ഈ ദീൻ പോലെ എനിക്ക് സ്നേഹമുള്ള മറ്റൊരു ദീൻ എന്നില്ല. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. പക്ഷെ അങ്ങയുടെ മുഖം പോലെ എനിക്ക് പ്രിയമുള്ള മറ്റൊരു മുഖം ഇന്നില്ല. അങ്ങനെ സുമാമത്ത് ഇബ്നു ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കാൻ, അദ്ദേഹം ഉംറക്ക് പുറപ്പെട്ടതാണ്, ഉംറ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ ഖുറൈശികൾ ചോദിച്ചു, സബഅത വസുമാമ, നീ സാബി ആയി മാറിയോ? ഇസ്ലാമിലേക്ക് വന്നവരെ അവർ സാബികൾ എന്ന് വിളിച്ചിരുന്നു. മുശ്രിക്കുകൾ, സ്വന്തം ദീൻ ഉപേക്ഷിച്ച് മറ്റൊരു ദീനിലേക്ക് പോയവർ എന്ന അർത്ഥത്തിൽ ഒരാളെ അവർ സാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ സബഅതു വലാകിന്നി അസ്ലംതു, ഞാൻ സാബി ആയിട്ടില്ല, ഞാൻ മുസ്ലിമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തരാത്തിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മണി ധാന്യം ഇങ്ങോട്ട് എത്തുകയില്ല. ഖുറൈശികളുടെ മക്കക്കാരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അവരുടെ അടുത്തു നിന്നാണ് വന്നിരുന്നത്, സുമാമയുടെ നാട്ടിൽ നിന്നാണ് വന്നിരുന്നത്. ഖുറൈശികൾ പട്ടിണിയിലായി. ഒടുവിൽ അവരെന്ത് ചെയ്തു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി നബിയോട് പറഞ്ഞു, നമ്മൾ കുടുംബക്കാരാണ്, നമ്മൾ കുടുംബബന്ധമുള്ളവരാണ്, നിങ്ങളുടെ കുടുംബക്കാരാണ് മക്കയിലുള്ളത്, പട്ടിണിയിലാണ്. സുമാമയോട് പറയണം ഇത് നിർത്തരുത്. എന്നാലും സുമാമ വെറുതെ കൊടുത്തതല്ല, കച്ചവടമാണ്, കച്ചവടം നിർത്തിയതാണ്. പക്ഷെ അവർ പട്ടിണിയിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുടുംബബന്ധം ചേർത്തിരുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയോട് കൊടുത്തേക്കാൻ പറഞ്ഞു. സുമാമ വീണ്ടും മക്കയിലേക്ക് ധാന്യം അയക്കുക, അത് പുനരാരംഭിച്ചു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതൃക ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെരുമാറ്റം കൊണ്ട് എത്ര ആളുകളാണ് ഈ ദീൻ സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മാപ്പ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വിട്ടുവീഴ്ച കൊണ്ട് എത്ര ആളുകളാണ് ഈ ദീനിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് ഇത് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും അവർക്ക് വരാനിരിക്കുന്ന അപകടം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അതിൻ്റെ പരിഹാരം കൂടി പറഞ്ഞു കൊടുത്തു.
അതിൻ്റെ പരിഹാരം കൂടി യൂസുഫ് അലൈഹിസ്സലാം അവരെ അറിയിച്ചു കൊടുത്തു. എന്താണ്? സൂക്ഷ്മതയോടെ ആദ്യത്തെ 7 വർഷങ്ങൾ കൈകാര്യം ചെയ്യുക. ധാന്യം തോന്നിയതുപോലെ തിന്നു തീർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്, സൂക്ഷിക്കണം. എന്നിട്ട് അടുത്ത 7 വർഷത്തേക്ക് അത് ഉപയോഗിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഈ വന്നയാൾ രാജാവിന് ചെന്നുപോയി പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് ഇതിൻ്റെ വ്യാഖ്യാനമെന്ന്, ഇതാണ് സത്യമെന്ന്. കാരണം എന്താണ്? സത്യം അങ്ങനെയാണ്. സത്യം അത് അതിൻ്റെ മുകളിൽ അള്ളാഹു ഒരു വെളിച്ചം നിശ്ചയിച്ചിട്ടുണ്ടാകും. നേരായ കാര്യം അത് ആളുകൾ തിരിച്ചറിയും, സംശയമില്ല. നേര് അങ്ങനെയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് വെളിവാക്കുകയും അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. രാജാവ് എന്തു പറഞ്ഞു? അള്ളാഹു അവൻ്റെ കിതാബിൽ സൂറത്ത് യൂസുഫിൽ നമ്മെ അറിയിച്ചത് കാണാം. വഖാലൽ മലികു ഇതൂനി ബിഹ്. വഖാലൽ മലിക്, രാജാവ് പറഞ്ഞു, ഇതൂനി ബിഹ്, യൂസുഫിനെ നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരിക. നിങ്ങൾ നോക്കൂ, ജയിലിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇക്കാലം അത്രയും അനുഭവിച്ച ജയിൽവാസത്തിൻ്റെ പ്രയാസങ്ങളുമായി വെറും കൈയോടെ അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇറങ്ങുന്ന അവസ്ഥയിലല്ല, മറിച്ച് ജയിലിൽ നിന്ന് നേരെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അരികിലേക്ക് ആണ് യൂസുഫ് അലൈഹിസ്സലാമിനെ റബ്ബ് എത്തിച്ചിട്ടുള്ളത്. ഖാലൽ മലികു, രാജാവ് പറഞ്ഞു, ഇതൂനി ബിഹ്, ഇങ്ങ് കൊണ്ടുവരൂ, ജയിലിൽ നിന്ന് മോചിപ്പിക്കൂ. ഫലമ്മാ ജാഅഹു റസൂൽ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ദൂതൻ എത്തിയപ്പോൾ, ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അർത്ഥം, അഥവാ രാജാവിൻ്റെ ദൂതൻ, ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ ഉള്ള ദൂതൻ എത്തിയപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ആ ദൂതനോട് പറയുകയാണ്, ഖാല ഇർജിഅ ഇലാ റബ്ബിക്, നിന്റെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക, രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. ഫസ്അൽഹു, എന്നിട്ട് ചോദിക്കുക, മാ ബാലു നിസ്വതി അല്ലാതി ഖത്തഅന ഐദിയഹുൻ ഇന്ന റബ്ബി ബികൈദിഹിൻ അലീം. നീ ചെന്ന് നിന്റെ യജമാനനോട് ചോദിക്കുക, എന്തുണ്ട് ആ സ്ത്രീകളുടെ കാര്യം, അവരുടെ വിവരം എന്താണ്? അല്ലാതി ഖത്തഅന ഐദിയഹുൻ, തങ്ങളുടെ കൈകൾ മുറിച്ച ആ സ്ത്രീകൾ. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് ബികൈദിഹിൻ അലീം, അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സുദീർഘമായ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത്? അതിൽ നിന്ന് മോചിതനാകാനുള്ള അവസരവുമായി രാജാവിൻ്റെ ദൂതൻ വന്നപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. മറിച്ച് യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിട്ട് അത് തെളിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കാൻ. അല്ലാഹു അക്ബർ, ആ ക്ഷമ അതെന്തൊരു ക്ഷമയാണ്! നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്രയും കാലം നേരത്തെ കഴിഞ്ഞത് ഒരു തെറ്റും ചെയ്യാതെ, അത് കഴിഞ്ഞ് ഒരാളോട് എൻ്റെ കാര്യം യജമാനോട് പറയണം എന്ന് പറഞ്ഞയച്ചിട്ട് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് പിന്നെയും ആൾ വന്നപ്പോൾ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ പറയണം, ചെന്നിട്ട് ആ സ്ത്രീകളോട് എന്താണ് സത്യം എന്ന് പറയാൻ രാജാവിനോട് പറയൂ, എൻ്റെ റബ്ബിന് അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് അറിയാം. കാരണം തനിക്കുമേലുണ്ടായ ആ മോശമായ ആരോപണത്തിൻ്റെ നിജസ്ഥിതി ആളുകൾക്ക് അറിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് യൂസുഫ് അലൈഹിസ്സലാം തീരുമാനിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേക്കുറിച്ച് പറഞ്ഞത് കാണാം. 3 കാര്യങ്ങൾ, 3 നബിമാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു മിൻ ഇബ്രാഹിം ഇദ് ഖാൽ റബ്ബി അരിനി കൈഫ തുഹീൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേക്കാൾ ഇത് പറയാൻ അർഹതയുള്ളവർ നമ്മളാണ് എന്ന് പറഞ്ഞാൽ ഇത് പറയേണ്ടവർ നമ്മളാണ്. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം സംശയിച്ചിട്ട് ചോദിച്ച ചോദ്യമല്ല ഇത്. എന്താണ് ചോദ്യം? ഖുർആൻ നമുക്ക് കാണാം, എൻ്റെ റബ്ബേ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തരും. അള്ളാഹു ചോദിച്ചു, അവലം തുഅ്മിൻ, ഇബ്രാഹിം താങ്കൾ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല റബ്ബി, വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് തുമഅനീനത്ത് കിട്ടാനാണ്, ഈമാനിൽ പരിപൂർണമായ സമാധാനവും ശാന്തിയും അടക്കവും ലഭിക്കാനാണ്. അതെന്താണ്? അത് ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീനിലേക്ക് നീങ്ങാനാണ്. ഇൽമുൽ യഖീൻ എന്നാൽ
തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. ഐനുൽ യഖീൻ എന്നാൽ കണ്ണിൽ കണ്ടിട്ടുള്ള ഉറപ്പാണത്. അതിലേക്ക് നീങ്ങാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചത്. അതല്ലാതെ അത് ഷക്കിൻ്റെ, കുഫറിലകപ്പെടുന്ന ഷക്കിൻ്റെ ചോദ്യമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ചോദിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വിനയത്തിൻ്റെ വാക്കാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം സംശയിച്ചിട്ടില്ല, നമ്മളും സംശയിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയർഹമുല്ലാഹു ലൂത്ത, ലൂത്തിന് അള്ളാഹു കരുണ ചൊരിയട്ടെ. ലൂത്ത് അലൈഹിസ്സലാമിന് ലഖദ് കാന യഅവി ഇലാ റുക്നിൻ ഷദീദ്, ശക്തമായ ഒരു റുക്നിൽ, ഒരു അവലംബത്തിൽ ലൂത്തിന് അവലംബിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു മലായിക്കത്തിനെ നിയോഗിച്ചു. മലക്കുകൾ വന്നത് ഭംഗിയുള്ള യുവാക്കളുടെ രൂപത്തിലായിരുന്നു. അങ്ങനെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അവർ വന്ന ഉടനെ ലൂത്ത് അലൈഹിസ്സലാം ഭയപ്പെട്ടു. കാരണം തൻ്റെ അതിഥികളെ, ഈ സ്വർഗ്ഗരതിയുടെ ആളുകളായ തൻ്റെ സമൂഹം അപമാനിക്കും, അവരെ ബുദ്ധിമുട്ടിക്കാൻ വരും എന്ന് ലൂത്ത് അലൈഹിസ്സലാം പേടിച്ചു. അവർ വരികയും ചെയ്തു. അവർ വന്നു. ലൂത്ത് അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അലൈസ മിൻകും റജുലുർ റശീദ്, നിങ്ങൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനുമില്ലേ? ഹൗലാഇ ബനാതി, ഇതാ എൻ്റെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിലെ സ്ത്രീകൾ. ഒരു നബി ആ ഉമ്മത്തിലെ പിതാവിൻ്റെ സ്ഥാനത്താണ്. ഇതാ എൻ്റെ ഉമ്മത്തിലെ സ്ത്രീകൾ, നിങ്ങൾ അവരെ വിവാഹം ചെയ്യൂ. നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഇണകളെ വിട്ട് പുരുഷന്മാരുടെ അരികിലേക്ക് ലൈംഗിക മോഹവുമായി ചെല്ലുകയോ? അലൈസ മിൻകും റജുലുർ റശീദ്, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? എന്നിട്ട് അവർ വിടുകയില്ല എന്ന് കണ്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, എനിക്കൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ തടയാൻ, ഔ ആവി ഇലാ റുക്നിൻ ഷദീദ്, എനിക്ക് അവലംബിക്കാൻ ശക്തമായ ഒരു അവലംബം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളിവിടെ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയാണ്, ലൂത്ത് നബിക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, ലൂത്ത് അലൈഹിസ്സലാമിനെ അവലംബിക്കാൻ ഏറ്റവും ശക്തമായ അവലംബം ഉണ്ടായിരുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. ലൂത്ത് അലൈഹിസ്സലാം അത് മറന്നിട്ടില്ല. പക്ഷേ ആളുകളുടെ കൂട്ടത്തിൽ ഒരു സഹായം ഉണ്ടായിരുന്നു, ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു എന്നാണ്. ഒരാളും ഉണ്ടായിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ ലൂത്ത് നബിയും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ പെൺമക്കളും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാൽ ബാക്കി എല്ലാവരെയും അള്ളാഹു നശിപ്പിച്ചു, മുഴുവൻ ആളുകളെ. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലും, കാരണം ഭാര്യ അവരെ സഹായിച്ചിരുന്ന ഈ ലൂത്ത് നബിയുടെ അതിഥികളെക്കുറിച്ചൊക്കെ അവർക്ക് വിവരം നൽകിയിരുന്ന സ്ത്രീ ആയിരുന്നു എന്നാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ മലക്കുകളെ ഉപദ്രവിക്കാൻ വന്നവരുടെ കണ്ണുകൾ അള്ളാഹു തുടച്ചു നീക്കി. മലക്കുകളെ ഉപദ്രവിക്കാൻ വന്നവരാരോ അവരുടെ കണ്ണുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കി, കണ്ണില്ല. അതുകൂടാതെ അള്ളാഹു അവർക്ക് മുമ്പ് ഒരു ജനതയും ശിക്ഷിക്കാത്ത വിധത്തിൽ, അവർക്ക് ശേഷം ഒരു ജനതയും ശിക്ഷിക്കാത്ത വിധത്തിൽ ശിക്ഷിക്കുകയുണ്ടായി. കാരണം അവരെ പോലെ ആ തെറ്റ് അതിനു മുമ്പ് ഒരാളും ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഖലീഫമാരിൽ, അമവി ഖലീഫമാരിൽ ചിലർ പറഞ്ഞത് കാണാം, അള്ളാഹു ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ കഥ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഖൗമ് ചെയ്യുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം അത് മനുഷ്യൻ്റെ നേരായ പ്രകൃതത്തിന്, ശുദ്ധമായ പ്രകൃതത്തിന് സങ്കല്പിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഖലീഫമാരിൽ ചിലർ പറഞ്ഞതാണ്, റബ്ബ് ലൂത്ത് നബിയുടെ കഥ പറഞ്ഞു തന്നില്ല എന്നെങ്കിൽ ഇങ്ങനൊരു ഖൗമ് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല. അതങ്ങനെയാണ്. ഖൈറിൽ ജീവിച്ച ചില ആളുകൾക്ക് ചില തിന്മകൾ അവരുടെ സങ്കല്പത്തിനപ്പുറമായിരിക്കും. ഹിന്ദ് റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്ന ഹിന്ദ്, അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങുമ്പോൾ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ നബി അവരോട് അനുസരണ പ്രതിജ്ഞ വാങ്ങി. അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, എന്ത് വന്നാൽ അവരോട് അനുസരണ പ്രതിജ്ഞ വാങ്ങുക, അള്ളാഹുൽ പങ്കുചേർക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, വ്യാജവാദങ്ങൾ കൊണ്ടുവരികയില്ല, ഞാൻ കൽപ്പിക്കുന്ന ഒരു നന്മയിലും എന്നോട് ധിക്കാരം കാണിക്കുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രതിജ്ഞ വാങ്ങിയിരുന്നു. വ്യഭിചരിക്കരുത് എന്ന പ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് പറയാൻ പറഞ്ഞപ്പോൾ ഹിന്ദ് ചോദിക്കാൻ, നബി, ഒരു സ്വതന്ത്രയായ ഒരു സ്ത്രീ വ്യഭിചരിക്കുമോ? കാരണം അടിമകളായ സ്ത്രീകൾ മുമ്പ് അതുപോലുള്ള തെറ്റുകളിൽ അവരകപ്പെട്ടിരുന്നതായി അവർക്കറിയാം, ഹിന്ദിനറിയാം റളിയല്ലാഹു അൻഹ. അതല്ലാത്ത ഒരു സ്വതന്ത്രയായ സ്ത്രീ, ഒരു കുടുംബത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ വ്യഭിചരിക്കുമോ?
എന്ന് അവർ ചോദിക്കുകയാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാണ്? അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. അള്ളാഹു നല്ലവരായ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ കുറിച്ച് ദുരാരോപണം, വ്യഭിചാരാരോപണം പറയരുത്, അങ്ങനെ പറയുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? അൽ മുഹ്സനാത്ത് അൽ ഗാഫിലാത്ത്. അൽ മുഹ്സനാത്ത് അൽ മുഅ്മിനാത്ത് അൽ മുഹ്സനാത്ത് അൽ ഗാഫിലാത്ത്. മുഅ്മിനത്തുകളാണ്, അവരുടെ ലൈംഗികാവയം സൂക്ഷിക്കുന്നവരാണ്. അതോടൊപ്പം ഗാഫിലാത്ത്. എന്താ ഗാഫിലാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം? അവർ അങ്ങനെ ഒരു തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തവരാണ്. ഗാഫിലാത്ത്, അതേക്കുറിച്ച് ഗഫ്ലത്തിലാണ് അവർ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്കത് കാണാം. 7 വൻപാപങ്ങളിൽ ഒന്നാണല്ലോ നല്ല സ്ത്രീകളെ വ്യഭിചാരാരോപണം ഉന്നയിക്കാൻ. വ്യഭിചാരാരോപണം പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും ഉന്നയിച്ചാലും രണ്ടും ഇസ്ലാമിൽ ഹദ്ദുള്ള അഥവാ 80 അടി ശിക്ഷയുള്ള, 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ 80 അടി ശിക്ഷയുള്ള തെറ്റാണ്. അതേക്കുറിച്ചുള്ള ഹദീസിൽ നമുക്ക് കാണാം അൽ മുഹ്സനാത്ത് അൽ ഗാഫിലാത്ത്. ഗാഫിലാത്തായ സ്ത്രീകൾ, ചിന്തിച്ചിട്ട് പോലുമില്ല അവർ ആ തിന്മയെക്കുറിച്ച്. അങ്ങനെ കാണാം. അപ്പോൾ നോക്കൂ, ലൂത്ത് അലൈഹിസ്സലാം, ഈ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ആ രൂപത്തിൽ ശിക്ഷിച്ചു. അവരുടെ നാട് അള്ളാഹു ഒന്നാകെ മുകളിലേക്ക് എടുത്തു ഉയർത്തിയെന്നാണ്. എന്നിട്ട് കീഴ്മേൽ മറിച്ചു. കൂടാതെ അവർക്ക് മേൽ ചരൽ കല്ല് വർഷിക്കുകയും ചെയ്തു. തഫ്സീറുകൾ കാണാം, ആ നാട് പിഴുതെടുത്ത അള്ളാഹു മുകളിലേക്ക് കൊണ്ടുപോയി. ആകാശത്തെ മലായിക്കത്ത് ആ നാട്ടിലെ പശുക്കളുടെയും നായ്ക്കളുടെയും ഒക്കെ കരച്ചിൽ കേൾക്കുമാറ് നാടൊന്നാകെ മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മറിച്ചിട്ടു താഴേക്ക്. എന്നിട്ട് അവർക്ക് മേൽ കല്ലുകൾ വർഷിച്ചു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, അത് അവർ സഞ്ചരിക്കുന്ന ഖുറൈശികൾ യാത്ര ചെയ്യുന്ന വഴിയിൽ അവർക്ക് അതിൻ്റെ അടയാളങ്ങൾ കാണാം. സുബ്ഹാനല്ലാഹ്, ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും അള്ളാഹു അതിൻ്റെ അടയാളം ബാക്കി വെച്ചിരിക്കുന്നു. ചാവുകടൽ, അത് അവരുടെ നാടാണ്. സദൂം ഗോത്രം എന്ന ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനത ജീവിച്ച നാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇന്നും ബാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അമലു ഖൗമി ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ പ്രവൃത്തി ഈ ഉമ്മത്ത് ചെയ്യുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വ്യാപകമാകുക മാത്രമല്ല, അത് മഹത്വവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് നമ്മൾ ഏറെ ഭയപ്പെടണം. വളരെ സൂക്ഷിക്കേണ്ട ഒരു തിന്മയാണ്, വളരെ വളരെ സൂക്ഷിക്കേണ്ട തിന്മയാണ്. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ ഒരു അമ്രത് അഥവാ മീശ പൊടിഞ്ഞിട്ടുള്ള, താടി മുളച്ചിട്ടില്ലാത്ത കുട്ടികൾ, ഭംഗിയുള്ള കുട്ടികളുമായുള്ള ഇടപാട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് കാണാം. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള തെറ്റുകളിൽ വീണുപോകാൻ ഇടയുള്ള ആളുകൾ സ്ത്രീകളുടെ ഫിത്നയേക്കാളും സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താണ്? ഒരു അന്യായ പെണ്ണുമായി ഒരാൾ നടക്കുമ്പോൾ ആളുകൾ സംശയിക്കും, ഇയാൾ എവിടെയാണ് പോകുന്നത്, എന്താണ് നോക്കുന്നത്. അതേസമയം ഇത് ഒരാൺകുട്ടിയുമായിട്ടാണ് ഒരാൾ നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആളുകൾ സംശയിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരാൾക്ക് അതുപോലുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കരുത്, ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശർഹ് മുസ്ലിം, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇവരൊക്കെ ധാരാളമായി ആ വിഷയം സംസാരിക്കുന്നത് കാണാം. രാജാക്കന്മാരുടെ മക്കളുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. എന്താണ് രാജാക്കന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ? രാജകുടുംബത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഭംഗിയുള്ള തൊലിയും ഭംഗിയുള്ള നിറവും സ്ത്രീകളോട് സാദൃശ്യമുള്ള രൂപമുള്ളവരായിരിക്കും. താടി വളർന്നിട്ടില്ലാത്ത മീശ പൊടിഞ്ഞിട്ടുള്ള ചെറിയ കുട്ടികൾ, അമ്രതുകൾ എന്നാണ് അതിന് പറയുക. ഇത് നോക്കൂ, ഒരാൾക്ക് അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ അത് ഖൽബിൻ്റെ രോഗമാണ്. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു പുരുഷന് സ്ത്രീയോടുള്ള മഹബത്ത് എന്നത്, സ്ത്രീകളോടുള്ള സ്നേഹം എന്നത് അവൻ്റെ പൂർണ്ണതയുടെ അടയാളമാണ്. ഒരു പുരുഷന് സ്ത്രീകളോട് താല്പര്യം തോന്നുക എന്നത് അവൻ്റെ പൂർണ്ണതയാണ്, പൗരുഷമാണ്. അത് ഹറാമായ രീതിയിൽ ഉപയോഗിച്ചാൽ അവന് കുറ്റമുണ്ട്, സംശയമില്ല. പക്ഷേ ആഗ്രഹം ഒരു പുരുഷന് സ്ത്രീകളോടുണ്ടാവുക എന്നത് അവൻ്റെ പൗരുഷത്തിൻ്റെ ഭാഗമാണ്, അവൻ്റെ പൂർണ്ണതയാണ്. പക്ഷെ അത് അവനെ ഹറാമിലേക്ക് നയിക്കാൻ പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ തോന്നുക എന്നത് അവൻ്റെ പൂർണ്ണതയാണ്, അവൻ ആളാണ് എന്നതുകൊണ്ടാണ്. അതേസമയം ഇതുപോലെ ഒരു ലൈംഗികമായ ചിന്ത ഒരു പുരുഷന്, അവൻ്റെ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷനോട് തോന്നുക എന്നത് അള്ളാഹുവിൻ്റെ ഐനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കാവലിൽ നിന്ന് അവൻ താഴേക്ക് പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹുവിനെ കൈവിട്ടിരിക്കുന്നു.
എന്നതിൻ്റെ അടയാളമാണ്. കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം അത് ഹലാലാകുന്ന മേഖലയുണ്ട്. എങ്ങനെ? അവളെ വിവാഹം കഴിച്ചാൽ അവൻ ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷെ ഒരു പുരുഷന് അനുവദനീയമാകുന്ന ഒരു മേഖലയും ഒരു സന്ദർഭവും ദീനിലില്ല. അത് മൃഗങ്ങൾ പോലും ചെയ്യാത്ത അങ്ങേയറ്റം മോശമായ കാര്യമാണ്. വളരെ സൂക്ഷിക്കണം. അത് വ്യാപിച്ച സമൂഹങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ മക്കളെ സൂക്ഷിക്കണം, കുട്ടികളെ വളരെ സൂക്ഷിക്കണം, പെൺമക്കളെ സൂക്ഷിക്കണം, ആൺമക്കളെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. അവരെ തിന്മകൾ വ്യാപിച്ചാൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ഏതൊരാളും എടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അനാവശ്യമായി ഇതുപോലെ എവിടെയെങ്കിലും സ്വകാര്യ ഭാഗത്തോ മറ്റോ തൊടുകയോ അങ്ങനെ വല്ലതും ചെയ്യുകയോ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ വളരെ ശ്രദ്ധിക്കണം, ഒന്ന് പറഞ്ഞു തരണം എന്നിങ്ങനെ കുട്ടികളെ ഉണർത്തി കൊടുക്കുക. കാരണം തിന്മ അത്രയും വ്യാപകമായിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മക്കളെ വളരെ സൂക്ഷിക്കണം. എല്ലാറ്റിനും ഉപരി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം ഇതുപോലുള്ള തിന്മകളിൽ കുട്ടികൾ അകപ്പെട്ടാൽ അവരും ഭാവിയിൽ അങ്ങനെ ആയിപ്പോകാൻ ഉള്ള സാധ്യത വളരെയേറെയാണ്. അവരും ഭാവിയിൽ അതുപോലെ ആയിത്തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. പെൺമക്കളെ സൂക്ഷിക്കും പോലെ ചിലപ്പോൾ അതിനേക്കാൾ ഒരുപടി മുന്നിൽ സമൂഹത്തിലെ തിന്മകൾക്കനുസരിച്ച് ആൺമക്കളെ സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോഴാണ് നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കുക. വലിയഖ്ശൽ ലദീന ലൗ തറകു മിൻ ഖൽഫിഹിം ദുർരിയതൻ ضعافا ഖാഫു അലൈഹിം ഫലിയത്തഖുല്ലാഹ വലിയഖൂലു ഖൗലൻ സദീദ. തങ്ങളുടെ മക്കളെ ദുർബലരായി വിട്ടേച്ചു പോകുന്നത് ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് മരിച്ചുപോയി എൻ്റെ മക്കൾ നാളെ യതീമുകളായാൽ അവരോട് ജനങ്ങൾ നല്ല നിലക്ക് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയത്തഖുല്ലാഹ, അങ്ങനെയുള്ളവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ. വലിയഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയട്ടെ. നീ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മുസ്ലിമീങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവരെ കാക്കാൻ. അള്ളാഹു നിന്റെ മക്കളെ കാക്കും. മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവരെ സംരക്ഷിക്കുക. അള്ളാഹു നിന്റെ മക്കളെ സംരക്ഷിക്കും. അവർക്ക് നസീഹത്ത് നിന്റെ മനസ്സിലുണ്ടാവുക. നിന്റെ കുട്ടി നിനക്ക് എത്ര പ്രിയപ്പെട്ടതാണ്, നിന്റെ കുട്ടി നിനക്ക് എത്ര, അതുപോലെ ഓരോ കുട്ടിയും ഓരോ മകനും മകളും അവരുടെ മാതാപിതാക്കൾക്കെല്ലാമെല്ലാമാണ്. നീ എത്ര കോടികൾ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരവരെ മക്കളെ തരില്ല. അത്രയും വലുതാണ്. അത് നീ മനസ്സിലാക്കണം. അത് എത്ര പണമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, എത്ര ഭംഗിയില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, അതിൻ്റെ മാതാപിതാക്കൾക്ക് സ്വർണത്തെക്കാൾ തങ്കത്തെക്കാൾ അമൂല്യമായ രത്നങ്ങളെക്കാൾ വിലപ്പെട്ടതാണ്. അത് ഓർക്കണം എല്ലാവരും. അതുപോലെ അവർ വ്യക്തികളാണ്, മറക്കരുത്. അവർ വ്യക്തികളാണ്, ചെറിയ മക്കളാണ്. അവർക്കൊരു വ്യക്തിത്വമുണ്ട്. അതിനെ അപമാനിക്കരുത്. അതിനെ നീ അപമാനത്തിന് വെച്ചു കൊടുക്കാനും പാടില്ല. മക്കളുടെ എന്തെങ്കിലും കോമാളിത്തരങ്ങളൊക്കെ അത് എടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക, സമൂഹത്തിലേക്ക് പരസ്യമായി ഇട്ടുകൊടുക്കുക. ആളുകളൊക്കെ ഇത് കണ്ട് പരിഹസിക്കുക, ചിരിക്കുക. അവനവൻ്റെ മക്കളെ കോമാളികൾ, അത് നീ ആ കുട്ടിയോടുള്ള നിന്റെ ബാധ്യതയിൽ ചെയ്യുന്ന വഞ്ചനയാണ്. ചെയ്യാൻ പാടില്ല. അത് വലുതായാൽ അത് തൃപ്തിപ്പെടുന്ന കാര്യമാണ്. നിന്റെ അങ്ങനെ ആളുകൾ ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. എങ്കിൽ ശ്രദ്ധിക്കണം. ഇപ്പം നോക്കൂ, ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൂത്ത് നബിയെ കുറിച്ച് പറയുക, ലഖദ് കാന യഅവീ ഇലാ റുക്നിൻ ശദീദ്, ഒരു ശക്തമായ അവലംബം ലൂത്ത് അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. എന്നിട്ട് മൂന്നാമതായി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൗ ലബിസ്തു ഫിസ്സിജ്നി തൂല മാ ലബിസ യൂസുഫ് ലഅജബ്തു ദാഇ, ഞാനായിരുന്നു യൂസുഫ് കഴിഞ്ഞ അത്ര കാലം ജയിലിൽ കഴിഞ്ഞത് എങ്കിൽ ആ വിളിക്കാൻ വന്ന ആളുടെ കൂടെ ഞാൻ പോകുമായിരുന്നു. അഥവാ വരൂ ജയിലിൽ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ വന്ന ആൾക്ക് ഞാൻ ഉത്തരം നൽകിയത്, ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ക്ഷമയും ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഹദീസാണിത്. കാരണം അത്രയും കാലം കടന്നിട്ടും വരുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല. പോയി ആ സ്ത്രീകളോട് ചോദിക്കും, അവരുടെ കാര്യം എന്താണ്. എൻ്റെ റബ്ബിന് അവരുടെ കുതന്ത്രത്തെക്കുറിച്ചറിയാം. സ്വന്തം നിരപരാധിത്വം ബോധ്യപ്പെടുത്തി പ്രതാപത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ അവസ്ഥയിൽ മാത്രമാണ്, അന്തസ്സോടെ മാത്രമാണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആ സബർ നോക്കൂ നിങ്ങൾ. ഇതുപോലെ പിന്നീട് നമുക്കിത് കാണാം. സഹോദരങ്ങളെ യൂസുഫ് അലൈഹിസ്സലാം ഇതിന് ശേഷം കാണുന്നു. പക്ഷെ ഉടനെ അവരോട് പ്രതികരിക്കണില്ല. ഉടനെ പ്രതികരിക്കും. യൂസുഫ് അലൈഹിസ്സലാം ക്ഷമയോടെ കാത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ.
ക്ഷമയോടെ കാത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹു അക്ബർ. ചില സലഫുകൾ മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം, അല്ലാഹു അലം, യൂസുഫ് അലൈഹിസ്സലാം കണ്ട സ്വപ്നവും അതിൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ എന്ന് പറഞ്ഞാൽ അത് ആ ആദ്യം കണ്ട സ്വപ്നമുണ്ടല്ലോ, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു, അത് പിന്നെ യാഥാർത്ഥ്യമായി ഭവിക്കുന്നുണ്ട് അവസാനം. ഇതിന് രണ്ടിനുമിടയിൽ 40 വർഷത്തെ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം. അല്ലാഹു അലം, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയാം. പക്ഷെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര ഒരു ചെറിയ കാലഘട്ടമാണ് 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാലഘട്ടമാണ് എന്നതിൽ സംശയമില്ല. കറവർഷങ്ങൾ കൊട്ടാരത്തിനുണ്ട്, ജയിലിനുണ്ട്, പിന്നെ ഭരണാധി, അതിൽ തന്നെ 7 വർഷം ക്ഷേമത്തിൻ്റെ ഇത് കഴിഞ്ഞു, പിന്നെ ക്ഷാമത്തിൻ്റെ വർഷത്തിലാണ് സഹോദരങ്ങൾ വരുന്നത്. വർഷങ്ങൾ കഴിയുന്നുണ്ട്. പക്ഷേ റബ്ബിനു വേണ്ടി ക്ഷമയോടെ അവധാനതയോടെ അതിന് ആ ഖൈറിന് കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം ഇമാമത്താണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, യഖീനും ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ. ബിസ്സബ്രി വൽ യഖീൻ തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ. ക്ഷമ കൊണ്ടും അതുപോലെ ഉറച്ച വിശ്വാസവും കൊണ്ടാണ് ദീനിൽ ഉന്നതമായ സ്ഥാനം, നേതൃ പദവി അള്ളാഹു നൽകുക. ഖുർആൻ ആയത്തിന് തെളിവാണ്. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ നിന്ന് നാം അഇമ്മത്തിനെ, നേതാക്കന്മാരെ, ഇമാമുമാരെ ഉണ്ടാക്കി, നമ്മുടെ അമർ അനുസരിച്ച് ജനങ്ങളെ നയിക്കുന്നവരെ. എപ്പോഴാണ്? ലമ്മ സബർ, അവർ ക്ഷമിച്ചപ്പോൾ. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ആയത്തുകളിൽ അവർ ഉറച്ചു വിശ്വസിച്ചപ്പോൾ. നിങ്ങൾ നോക്കൂ, ഈ 2 കാര്യങ്ങൾ, സബറും യഖീനും. സബർ കൊണ്ടാണ് നിനക്ക് ശഹ്വത്തിൻ്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കുക. ശഹ്വത്തിൻ്റെ ഫിത്നകൾ അഥവാ ദേഹേച്ഛയുടെ ഫിത്നകൾ, ലൈംഗികമായ സാമ്പത്തികമായ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉള്ള വഴി എന്താണ്? സബറാണ്, ക്ഷമയാണ്. രണ്ടാമത്തതോ യഖീൻ. അതുകൊണ്ടാണ് നിനക്ക് ശുഭത്തിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. ശുഭത്തുകൾ എന്താണ്? ആശയക്കുഴപ്പങ്ങൾ, കുഫറിലേക്ക് നയിക്കുന്ന, ബിദ്അത്തിലേക്ക് നയിക്കുന്ന ആശയക്കുഴപ്പം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യഖീൻ, ഉറച്ച വിശ്വാസം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിലേക്കുള്ള വഴി ഇൽമാണ്, അറിവാണ്. സബറും യഖീനും. സബർ കൊണ്ട് നിനക്ക് ശഹ്വത്തിനെ തടുക്കാം, യഖീൻ കൊണ്ട് നിനക്ക് ശുഭത്തിനെ തടുക്കാം. ഇത് രണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശഹ്വത്തിൻ്റെ ഫിത്ന, ശുഭത്തിൻ്റെ ഫിത്ന, ഈ 2 ഫിത്നയാണ് ഖൽബിനെ രോഗാതുരമാക്കുക, ഹൃദയത്തിന് രോഗം ബാധിക്കുക. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ ഒരുവൻ ഒരു ബിദ്അത്തിൽ അകപ്പെടുക, ദീനില്ലാത്ത പുത്തൻ ചിന്താഗതികളിൽ, പുത്തൻ ആശയങ്ങളിൽ, പുത്തൻ വാദങ്ങളിൽ, കുഫറിലും നിരീശ്വരവാദത്തിലും ശിർക്കിലും ഒക്കെ അകപ്പെടുക. രണ്ടാമത്തേതോ തിന്മകളിൽ വീണു പോവുക, മദ്യപാനത്തിലോ ഹറാമായ സമ്പാദ്യത്തിലോ വ്യഭിചാരത്തിലോ സ്വവർഗരതിയിലോ അതുപോലുള്ള തിന്മകളിൽ അകപ്പെടുക. ഇത് 2 ആണ് ഹൃദയങ്ങളെ കേടുവരുത്തുന്നത്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇതിൽ 2ൽ നിന്നും രക്ഷപ്പെട്ടാൽ ഒരാൾ രക്ഷപ്പെട്ടു. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അതിനു വേണ്ടത് സബറും യഖീനുമാണ്, ക്ഷമയും അതുപോലെ ഉറച്ച വിശ്വാസവും. അതിലേക്കുള്ള വഴി അറിവാണ്. അതുപോലെ അള്ളാഹുവിനോടുള്ള ദുആണ്, അള്ളാഹുവിൻ്റെ കാവലില്ലാതെ ഇത് 2 നമുക്ക് സാധ്യമല്ല. നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു, അവരോട് വിളിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇത് ചെയ്യുക ആദ്യം. എന്തു ചെയ്തു? ഖാല, ആ രാജാവ് ചോദിച്ചു, രാജാവ് ആ സ്ത്രീകളെ വിളിച്ചു. ഖാല മാ ഖത്ബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി ഖുൽന ഹാശ ലില്ലാഹ് മാ അലിംന അലൈഹി മിൻ സൂ قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. قال راجا وجودك ما خطبكن إذ راودتن يوسف عن نفسه. യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ നിങ്ങളുടെ കാര്യം എന്തായിരുന്നു? സത്യം പറയുക, എന്താണ് ഉണ്ടായത്? ഖുൽന, ആ സ്ത്രീകൾ പറഞ്ഞു, ഹാശ ലില്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന പോലത്തെ വാക്കാണ്. ഹാശ ലില്ലാഹ് മാ അലിംന അലൈഹി മിൻ സൂ. യൂസുഫിനെ കുറിച്ച് ഒരു സൂവും, ഒരു മോശമായ അനുഭവവും ഞങ്ങൾക്കില്ല. യൂസുഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അപ്പോൾ ആ സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൾ, അസീസിന്റെ ഭാര്യ, ആ സ്ത്രീ പറഞ്ഞു, അൽ ആന, ഇപ്പോഴാണ്, ഹസ്ഹസൽ ഹഖ്, സത്യം വെളിപ്പെട്ടത്, സത്യം ഇപ്പോൾ വെളിവായിരിക്കുന്നു. അന റാവത്തുഹു അൻ നഫ്സിഹി,
ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്, വിചാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വഇന്നഹു ലമിന സ്സാദിഖീൻ, യൂസുഫ് സത്യമാണ് പറയുന്നത്, യൂസുഫ് സത്യസന്ധരിൽപ്പെട്ടവരാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിന്, ഖുർആനിലെ ഈ ആയത്തിന് ശേഷം വന്നിട്ടുള്ള ആയത്ത് ഇങ്ങനെയാണ്: ദാലിക ലിയഅലമ അന്നി ലം അഖുൻഹു ബിൽ ഗൈബി വഅന്ന അല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. അടുത്ത ആയത്ത് വമാ ഉബർഇഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഈ വാചകം ശ്രദ്ധിക്കുക. ഇത് ആര് പറഞ്ഞതാണ്? രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് ഈ സ്ത്രീ പറഞ്ഞത്, രണ്ട് ഇത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വാക്കുകളാണ്. എന്താണ് ഈ രണ്ടായത്തുകൾ? ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. ദാലിക ലിയഅലം, അത് അദ്ദേഹം അറിയാൻ വേണ്ടിയാണ്. അന്നി ലം അഖുൻഹു ബിൽ ഗൈബ്, ആരും കാണാതെ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന്. വഅന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകരുടെ കുതന്ത്രത്തെ അള്ളാഹു ഒരിക്കലും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല, നേർവഴിക്കാക്കുകയില്ല. വമാ ഉബർഇഉ നഫ്സി, എന്നാൽ ഒരിക്കലും എൻ്റെ നഫ്സിനെ ഞാൻ, അത് നിരപരാധിയാണ്, എൻ്റെ നഫ്സ് ഒരിക്കലും ഒരു തെറ്റിലേക്കും പോയിട്ടില്ല, എൻ്റെ നഫ്സ് അത് അങ്ങേറ്റം പരിശുദ്ധമാണ് എന്ന് ഞാൻ പറയില്ല. നഫ്സിന് ഞാൻ ബറാഅത്ത് കൊടുക്കുകയില്ല, തബ്രിഅത്ത് കൊടുക്കുകയില്ല, നിരപരാധിത്വം നൽകുകയില്ല. ഇന്ന നഫ്സ, തീർച്ചയായും നഫ്സ്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ലഅമ്മാറത്തുൻ ബിസ്സൂ. നോക്കൂ നിങ്ങൾ, ആമിറത്തുൻ ബിസ്സൂ എന്നല്ല പറയുന്നത്, പിന്നെയോ ലഅമ്മാറത്തുൻ ബിസ്സൂ, തിന്മ നിരന്തരം കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് റഹ്മത്ത് ചൊരിഞ്ഞ നഫ്സുകൾ ഒഴികെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് ഏറ്റവും പുറത്തു തരുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. ഈ വാക്ക്, ഇത് ഒരഭിപ്രായം. ഇത് ആര് പറഞ്ഞതാണ്? ആ സ്ത്രീ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇത് എന്നാണ്. രണ്ടാമത്തേത്, ഈ വാചകം യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതാണ് എന്നാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇത് ഈ സ്ത്രീയുടെ വാക്കാണ് എന്ന അഭിപ്രായത്തിനാണ് ബലം നൽകിയത്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം വിശദമായി എഴുതിയത് കാണാം. അദ്ദേഹം ഇതിനു വേണ്ടി പ്രത്യേകം ഒരു കൃതി എഴുതിയിട്ടുണ്ട് എന്നാണ്. ഇത് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വാക്കാണെന്ന് തെളിയിക്കാൻ. അദ്ദേഹം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ മുൻഗാമികളിൽപ്പെട്ട മുഫസ്സിറാണ്. അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ചത്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇത് യൂസുഫ് നബി പറഞ്ഞു എന്ന ആ അഭിപ്രായം മാത്രമാണ്. യൂസുഫ് നബി പറഞ്ഞു എന്ന അഭിപ്രായം മാത്രമാണ് ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഇത് പല പല വജ്ഹുകളിലൂടെ, പല പല വഴികളിലൂടെ തെളിയിച്ചത് കാണാം. വല്ലാഹു അലം, അതാണ് കൂടുതൽ സഹീഹ്, അതാണ് കൂടുതൽ ശരി. കാരണം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ വാക്കാകാനാണ് ഇത് കൂടുതൽ യോജിച്ചിട്ടുള്ളത്. കാരണം അതിലെ വാക്കുകൾ അങ്ങനെയാണ്. ഒന്ന്, ദാലിക ലിയഅലമ അന്നി ലം അഖുൻഹു ബിൽ ഗൈബ്, ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും സ്വകാര്യമായി വഞ്ചിച്ചിട്ടില്ല. യൂസുഫ് നബി പറയുന്നത് ആരെക്കുറിച്ചാണ്? തൻ്റെ യജമാനെ കുറിച്ചാണ്. ആ സ്ത്രീ അത് പറയുമ്പോൾ അതിൽ ഒരു യോജിപ്പ് വരുന്നില്ല. കാരണം യൂസുഫ് അലൈഹിസ്സലാമിനെ അവർ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി യൂസുഫ് നബിയെ ഞാൻ അദ്ദേഹം ഇല്ലാത്തപ്പോൾ തെറ്റാരോപിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ നേരത്തെ അത് ആരോപിച്ചിട്ടുണ്ട്. അതുപോലെ അന്നല്ലാഹു ലാ യഹ്ദി കൈദൽ ഖായിനീൻ, അള്ളാഹു വഞ്ചകരുടെ കുതന്ത്രത്തെ നേർവഴിയിലാക്കുകയില്ല. ഇനി അടുത്ത വാക്ക് ഉബർഇഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിന് ഒരിക്കലും നിരപരാധിത്വം വകവെച്ചു കൊടുക്കുന്നില്ല. കാരണം നഫ്സ് തെറ്റ് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, അതിൽ സംശയമില്ല. പക്ഷെ ആ നഫ്സിനെ അനുസരിക്കുന്നിടത്താണ് പ്രശ്നം. നഫ്സ് സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ ഒരു കാര്യമാണ്. നഫ്സ് നമ്മൾ മുമ്പ് ചില ദർസുകൾ സൂചിപ്പിച്ചതുപോലെ അതിന് പല അർത്ഥമുണ്ട്. ശരീരം എന്ന അർത്ഥമുണ്ട്, മനസ്സെന്ന അർത്ഥമുണ്ട്, രക്തം എന്ന അർത്ഥമുണ്ട്, റൂഹ് ആത്മാവ് എന്ന അർത്ഥമുണ്ട്. വല്ലാഹു അലം, മനസ്സ് എന്ന് ഏതാണ്ട് നമുക്ക് ഇവിടെ പറയാൻ പോകുന്ന കാര്യത്തിന് അർത്ഥം പറയാം. നഫ്സ് വേറെയാണോ ഖൽബ് വേറെയാണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അള്ളാഹുവിനാണ് അറിയുക. നഫ്സ്, മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലാഹു അക്ബർ, അതിൻ്റെ ഹവയുണ്ട്, അതിൻ്റെ ഇച്ഛയുണ്ട്, അതിൻ്റെ ആഗ്രഹമുണ്ട്. നീ അതിന് വില നൽകിയാൽ, അതിനനുസരിച്ചാൽ, നഫ്സിനനുസരിച്ചാൽ നഫ്സ് നിന്നെ കീഴ്പ്പെടുത്തും. നീ വിചാരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുപോകും. അതേസമയം നീ നഫ്സിനെ പിടിച്ചു കെട്ടിയാൽ അത് നിന്റെ വഴിക്ക് വരും. സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, ഒരു കാര്യമുണ്ട്, ഞാനതിന് വേണ്ടതൊക്കെ കൊടുത്താൽ, ഞാനത് ചോദിക്കുന്നതൊക്കെ നൽകിയാൽ അതെന്നെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും.
അതേസമയം ഞാൻ അതിനെ ഞെരുക്കിയാൽ, ചോദിക്കുന്നൊന്നും കൊടുക്കാതിരുന്നാൽ, അതിനെ കഷ്ടപ്പെടുത്തിയാൽ ഞാൻ വിജയിക്കും. സലഫുകളിൽ ചിലർ പരസ്പരം പറഞ്ഞു എന്നാണ്. അപ്പോൾ കേട്ട ആൾ ചോദിച്ചു എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടീക്കും വല്ലതീ നഫ്സി, അതെൻ്റെ നഫ്സ് തന്നെയാണ്. ഓരോരുത്തരും അവരുടെ നഫ്സിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നഫ്സ് അവനെ നശിപ്പിച്ചു കളയും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ? فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ബാക്കി എന്താണ്? ونهى النفس عن الهوى فإن الجنة هي المأوى. ആരാണോ റബ്ബിൻ്റെ മഖാമിനെ ഭയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട രംഗം അതിനെ ഭയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ടത്, വനഹ നഫ്സ അനിൽ ഹവ, സ്വന്തം നഫ്സിനെ ഹവയിൽ നിന്ന് തടഞ്ഞു നിർത്തിയത്. നഫ്സിൻ്റെ മോഹങ്ങളാണ്, മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ്, അതിനെ പിടിച്ചു നിർത്തിയത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവൻ്റെ സങ്കേതമാണ് സ്വർഗം, സ്വർഗമാണ് അവൻ്റെ സങ്കേതം. വളരെ സൂക്ഷിക്കും. മനുഷ്യൻ്റെ നഫ്സ് അത് 3 തരത്തിലാണ് എന്ന്. ഒന്ന് അന്നഫ്സു അൽ അമ്മാറത്തു ബിസ്സു, ഈ ആയത്തിൽ പറഞ്ഞു നഫ്സുൽ അമ്മാറത്തു ബിസ്സു, മോശമായത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നഫ്സ്. രണ്ടാമത്തത് അന്നഫ്സുൽ ലവ്വാമ, ഖുർആനിൽ വന്നതാണത്. ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ലവ്വാമത്തായ നഫ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ലവ്വാമത്തായ നഫ്സ് എന്നാൽ? കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന നഫ്സ്, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നഫ്സ്. മൂന്നാമത്തേത് എന്താണ്? അന്നഫ്സു അൽ മുത്മഇന്ന, അന്നഫ്സുൽ മുത്മഇന്ന എന്നാൽ ശാന്തി അടഞ്ഞ നഫ്സാണ്. അതിനാണ് മരണത്തിൻ്റെ സന്ദർഭത്തിൽ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരാൾക്ക് തന്നെ ഈ 3 തരത്തിൽ അയാളുടെ നഫ്സ് പെരുമാറിയേക്കും. തിന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സന്ദർഭത്തിൽ അത് നന്മ ചെയ്താൽ, ഖൈർ ചെയ്താൽ നിന്നെ കുറ്റപ്പെടുത്തിയേക്കും, അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ തിന്മ ചെയ്തതിന് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നന്മ ചെയ്യാത്തതിന് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ അള്ളാഹുള്ള വിശ്വാസത്തിലൊക്കെ തൃപ്തി അടഞ്ഞ നഫ്സും, മനുഷ്യൻ്റെ നഫ്സ്, ഇത് ഒരാളുടെ നഫ്സ് തന്നെ പല രൂപത്തിൽ പെരുമാറിയേക്കും. അതുപോലെ നഫ്സിൻ്റെ നിലവാരം അതിനനുസരിച്ചാണ് ഓരോരുത്തരും ജീവിക്കുക. ഓരോരുത്തരുടെ നഫ്സിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ജീവിക്കുക. നജസിനും മാലിന്യത്തിനും വിസർജ്യങ്ങൾക്കു ചുറ്റും പറക്കുന്ന ഈച്ചകളെപ്പോലെ തിന്മകൾക്ക്, വൃത്തികേടുകൾക്ക് ചുറ്റും സഞ്ചരിക്കുന്ന നഫ്സ് ഉണ്ടായിരിക്കും. അത് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ ചില നഫ്സ് അത് ഖൈർ മാത്രമാണ് ചിന്തിക്കുക, അതിന് അതേ യോജിക്കുകയുള്ളൂ, ഇതിന് ഇതേ യോജിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെ കുറിച്ച് ആലോചിക്കുക. ഈ നഫ്സ് അതാണ് യഥാർത്ഥത്തിൽ, അതിനെ വിൽക്കാനാണ് ഓരോരുത്തരും രാവിലെ ഇറങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കുല്ലുൻ യഗ്ദു ഫബായിഉൻ നഫ്സഹ ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ. കുല്ലുൻ യഗ്ദു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നു. ഫബായിഉൻ നഫ്സ, അവനവനെ വിൽക്കുകയാണ്, സ്വന്തം നഫ്സിനെ വിൽക്കുകയാണ്. ഫമുഅ്തിഖുഹാ, അതിനെ മോചിപ്പിച്ചെടുക്കുന്നവനുണ്ട്. ഔ മൂബിഖുഹാ, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവനുണ്ട്. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ നഫ്സ് വാങ്ങിയിരിക്കുന്നു. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇടപാട് റബ്ബുമായിട്ടാണ്. സിൽഅത്ത് എന്താണ്? വാങ്ങാനുള്ള ചരക്ക് എന്താണ്? അത് സ്വർഗമാണ്. കച്ചവടം നടത്തിയ മൻഡൂബ്, കച്ചവടം നമ്മളുമായി സംസാരിക്കാൻ വന്നത് ആരാണ്? അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആ കച്ചവടത്തിൽ ഏർപ്പെട്ടോ, നിനക്ക് നഷ്ടം സംഭവിക്കില്ല. തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ച് ചോദിച്ചതുപോലെ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവന് വേണ്ടി നീ നിന്റെ നഫ്സിനെ ഒരുക്കുക. നഫ്സ് മോശമായത് കൽപ്പിക്കും, മനസ്സ് മോശമായത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശൈത്താൻ തിന്മയിലേക്ക് കൽപ്പിക്കും, അതോടൊപ്പം നഫ്സും കൽപ്പിക്കുമെന്നാണ്. മനസ്സ് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, നീ അതിനെ പിടിച്ചു കെട്ടണം. അതിനിഷ്ടമുള്ള ഷഹവാത്ത് കൊണ്ടാണ് അള്ളാഹു നരകത്തെ മൂടിയിട്ടുള്ളത്, അതിനിഷ്ടമുള്ള ഷഹവാത്ത് കൊണ്ട്. അതിന് വെറുപ്പുള്ള മക്രൂഹാത്ത് കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ മൂടിയിട്ടുള്ളത്. നഫ്സ് ഇച്ഛിക്കുന്നതൊക്കെ ചെയ്താൽ നിനക്ക് നരകത്തിലേക്ക് പോകാം, നഊദു ബില്ലാഹ്. എന്നാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ നീ നിന്റെ നഫ്സിനെ
മെരുക്കേണ്ടതുണ്ട്, അതിനെ പിടിച്ചു വെക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ദുനിയ സിജുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് മുഅ്മിനിന്റെ ജയിലാണ്, കാഫിറിന്റെ സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് നഫ്സ് അത് തിന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് പറഞ്ഞതൊഴികെ. അഥവാ യൂസുഫ് അലൈഹിസ്സലാം ആ തിന്മയിൽ നിന്ന് മാറി നിന്നത് എന്തുകൊണ്ടാണ്? നഫ്സ്, മനുഷ്യന്റെ മനസ്സ് ആ തിന്മ ആഗ്രഹിക്കാത്ത യൂസുഫ് അലൈഹിസ്സലാം അങ്ങനെ യാതൊരു താല്പര്യവുമില്ലാത്തൊരു മലക്കിനെ പോലെ അള്ളാഹു യൂസുഫ് നബി ആക്കിയത് കൊണ്ടാണോ? അല്ല, മനുഷ്യൻ തന്നെയാണ്, വിചാരങ്ങളുള്ള മനുഷ്യൻ തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം. എന്നിട്ട് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ് ശ്രേഷ്ഠത വെളിവാവുക. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതില്ലാത്ത ഒരാൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പോലെയാണോ? അതിനാഗ്രഹമുള്ള ഒരാൾ വിട്ടു നിൽക്കുക? അല്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാം ഇവിടെ പറഞ്ഞത്, ഇന്ന റബ്ബി ഗഫൂർ റഹീം, എൻ്റെ റബ്ബ് ഗഫൂറാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. നോക്കൂ, ഇതുകൂടി ആയപ്പോൾ ആ നാട്ടിലെ രാജാവ് പറഞ്ഞു, വഖാലൽ മലികു ഉതൂനി ബിഹ്, യൂസുഫിനെ എൻ്റെ അരികിൽ കൊണ്ടുവരൂ. അസ്തഖ്ലിസ്ഹു ലിനഫ്സി, അസ്തഖ്ലിസ്ഹു ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സ്വന്തം ഒരാളായി യൂസുഫ് അലൈഹിസ്സലാമിനെ നിശ്ചയിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളായി, മറ്റുള്ള ജോലികൾ ചെയ്യാനല്ല, മറിച്ച് രാജാവിൻ്റെ കൂടെ നടന്നാൽ മതി, അങ്ങനെയുള്ള ആളായി ഞാൻ യൂസുഫിനെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് രാജാവ് പറഞ്ഞു. ഫലമ്മ കല്ലമ, യൂസുഫ് അലൈഹിസ്സലാമുമായി സംസാരിച്ചപ്പോൾ ഖാൽ, രാജാവ് പറഞ്ഞു, ഇന്നകൽ യൗമ ലദൈനാ മകീനുൻ അമീൻ, ഇന്നിതാ താങ്കൾ നമ്മുടെ അരികിൽ, നമ്മുടെ ഈ കൊട്ടാരത്തിൽ, ഈ രാജ്യത്ത്, മക്കീനുൻ, എല്ലാ സൗകര്യങ്ങളുമുള്ള ആളാണ്, അമീനുൻ, താങ്കൾ വിശ്വസ്തനായ, അതുപോലെ നിർഭയനായ ആളാണ്, ഒന്നും പേടിക്കാനില്ല, അതുപോലെ ഒരു സൗകര്യവും ഇല്ല, പേടിക്കേണ്ടതില്ല, ഏറ്റവും സൗകര്യമുള്ള, ശക്തിയുള്ള, സ്ഥാനമാനങ്ങളുള്ള ആളാണ് എന്ന് രാജാവ് യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്നാണ്. എന്നാൽ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത് മറ്റൊന്നാണ്. എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഉന്നതനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന അവൻ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ഒരു കച്ചവട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിലോ അയാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ഭാഗങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, മനസ്സിലായില്ല? അയാൾക്ക് ഒരു കൂട്ടിടേണ്ട സന്ദർഭം വന്നാൽ അത് ഇട്ട് കൊടുക്കണം. അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അയാളുടെ കീഴിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പോലെ ജീവിക്കുക എന്നത് യോജിച്ച കാര്യമല്ല. എന്തുകൊണ്ടാണ്? കാരണം മുഅ്മിൻ, മുസ്ലിം, അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകിയവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. പറഞ്ഞ ഒരു സ്ഥാപനത്തിലോ മറ്റോ ജോലി ചെയ്യുന്നതും ഒരു വ്യക്തിപരമായ സേവകനാകുന്നതും രണ്ടും രണ്ടാണ്. ആ കാര്യം ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ്, എന്നെ ഭൂമിയുടെ ഖസാനകളെ ഏൽപ്പിക്കൂ, എന്നെ ഭൂമിയുടെ ഖസാനകളെ ഏൽപ്പിക്കൂ, അഥവാ കൃഷി വകുപ്പ് ഏൽപ്പിക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ ഹഫീദാണ്, ഞാൻ സൂക്ഷിക്കുന്ന ആളാണ്, വിശ്വസ്തനാണ്, അലീമുൻ, അറിവുള്ളയാളാണ്. ഇവിടെ നോക്കൂ, നമുക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, അധികാരം ആഗ്രഹിക്കാനോ അത് ചോദിച്ചു വാങ്ങാനോ പാടില്ല എന്ന്. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാം ഇവിടെ അധികാരം ചോദിക്കുകയും അതിനുള്ള തൻ്റെ യോഗ്യത പറയുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അധികാരം ചോദിക്കാൻ പാടില്ല എന്നും തൻ്റെ അതിനുള്ള അർഹത പറയാൻ പാടില്ല എന്നും പറഞ്ഞത് തന്നെക്കാൾ യോഗ്യരോ അല്ലെങ്കിൽ തന്നെ പോലെ യോഗ്യരോ ആയ ആളുകളുള്ള സന്ദർഭത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ അധികാരം ചോദിച്ചു വരുന്നവർക്ക് അത് കൊടുത്തിരുന്നില്ല, ചോദിക്കാത്തവർക്കാണ് അത് കൊടുത്തിരുന്നത്, ചോദിക്കുന്നവർക്ക് അത് കൊടുത്തിരുന്നില്ല. പക്ഷേ ഏത് സന്ദർഭത്തിലാണത്? തന്നെക്കാൾ യോഗ്യരോ അല്ലെങ്കിൽ തന്നെ പോലെ യോഗ്യരോ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കെ ഒരാൾ എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. അതേസമയം തന്നെക്കാൾ യോഗ്യരോ
തന്നെ പോലെ യോഗ്യരോ ആയ ആളുകളില്ല എന്ന സന്ദർഭത്തിൽ ഒരാൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് മോശമാണ്, സമൂഹത്തിന് മൊത്തം മോശമാണ്. അങ്ങനെയുള്ള സന്ദർഭമാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് അതറിയാം. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്, എന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. അവിടെ തൻ്റെ യോഗ്യത യൂസുഫ് അലൈഹിസ്സലാം പറയുകയും ചെയ്തു. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ ഹഫീദാണ്, ഞാൻ വിശ്വസ്തനാണ്. അതുപോലെ അലീമുൻ, എനിക്ക് അറിവുണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് അറിവുണ്ട് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുകയും ചെയ്തു. ഏതൊരു ജോലിയും ഏറ്റെടുക്കാൻ ഉള്ള രണ്ട് നിബന്ധനകൾ, ഒന്ന് ഖുവ്വത്താണ്, മറ്റൊന്ന് അമാനത്താണ്. ഒന്ന് ഖുവ്വ, അത് ചെയ്യാനുള്ള ശക്തി, ചില സന്ദർഭങ്ങളിൽ അതേക്കുറിച്ചുള്ള അറിവായിരിക്കും, ശക്തി വേണ്ടി വരികയില്ല. രണ്ടാമത്തെ അമാനത്താണ്, അഥവാ വിശ്വസ്തതയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരാളൊരു പണി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാളൊന്നില്ലെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ ഒന്ന് അത് ചെയ്യാനുള്ള അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. കഴിവില്ല എങ്കിൽ അയാൾ വിശ്വസ്തനായിട്ടും കാര്യമില്ല, കാരണം അയാൾക്ക് ആ പണി ചെയ്യാൻ കഴിയില്ല. ഇനി കഴിവുണ്ട് പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ അയാളെയും ആ പണിക്ക് പറ്റുകയില്ല. ഈ ഖുവ്വത്ത് അമാനത്ത്, ഇതിൻ്റെ വിപരീതമാണ് അൽ അജ്സു അൽ ഖിയാന. അജ്സ് എന്നാൽ കഴിവില്ലായ്മ, ഖിയാനത്ത് എന്നാൽ ചതി, വഞ്ചന. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ വേളയിൽ 6 പേരെ തനിക്ക് ശേഷമുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചു. ഈ 6-ൽ ഒരാളായിരിക്കണം ഖലീഫ. അഹ്ലുശൂറ ആരൊക്കെയാണ്? ഒന്ന് ഉസ്മാനും അലിയും, 2 പേർ. ബാക്കി 4 പേർ തൽഹ, സുബൈർ, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, 4 പേർ. ഇതിൽ നോക്കൂ, സഅദ് ബിൻ അബി വഖാസിനെ നേരത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ അമീർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. എന്തിനു വേണ്ടിയാണ് മാറ്റിയത്? സഅദിൻ്റെ ഒരു കുഴപ്പവും കൊണ്ടല്ല, ഇറാഖുകാരുടെ കുഴപ്പം കൊണ്ടാണ്, അവരുടെ പ്രശ്നം കൊണ്ട്. അവർ സഅദിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു, ദുരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി. എന്ന് മാത്രമല്ല, പിന്നീട് അത് സഅദിനെ അവർ ഉപദ്രവിക്കുന്നിടത്ത് എത്തിപ്പോകുമോ എന്ന് ഉമർ ഭയന്നു. അതുകൊണ്ട് ഉമർ സഅദിനെ പിൻവലിച്ചു. സഅദിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അവരുടെ കുഴപ്പം കൊണ്ടാണ്. ഈ ഷൂറയിൽ സഅദിനെ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തി. എന്നിട്ട് ഉമർ പറഞ്ഞു, ഇൻകാന സഅദൻ, സഅദിനെയാണ് നിങ്ങൾ നിശ്ചയിക്കുന്നതെങ്കിൽ ഫദാക്ക്, സഅദിനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഫദാക്ക്, സഅദ് തന്നെ. അത് പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് ഉമർ പറഞ്ഞു, ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന, ഞാൻ സഅദിനെ നേരത്തെ ഇറാഖിൽ നിന്ന് പിൻവലിച്ചത് സഅദിൻ്റെ അജ്സ് കൊണ്ടോ ഖിയാനത്ത് കൊണ്ടോ അല്ല. നേരത്തെ പറഞ്ഞ ഒരാളൊരു പണിക്ക് പറ്റാതെ ആക്കുന്ന 2 ഗുണങ്ങളാണ്, 2 സ്വഭാവങ്ങളാണ്. ഒന്ന് അജ്സ്, കഴിവില്ലായ്മ, 2 ഖിയാന, വഞ്ചന. ഇത് 2 കൊണ്ടുമല്ല ഞാൻ സഅദിനെ ഇറാഖിൽ നിന്ന് പിൻവലിച്ചത് എന്ന് ഉമർ പ്രത്യേകം പറയണം. എന്തുകൊണ്ടാണ്? അവരെങ്ങാനും സഅദിനെ ഖലീഫയാക്കിയാൽ ആരും പറയരുത്, ഇത് നേരത്തെ ഉമർ ഇറാഖിൽ നിന്ന് പിൻവലിച്ച ആളല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെ സഅദിനെ പിടിച്ച് ഖലീഫയാക്കും എന്നാരും പറയാതിരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അക്കാര്യം പ്രത്യേകം തൻ്റെ വസിയത്തിൽ പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാര്യം അത്ഭുതമാണ്. നിങ്ങളറിയുമോ, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ സന്ദർഭത്തിൽ അബൂ ലുഅ്ലുഅ അൽ മജൂസി, അഗ്നിയാരാധകൻ അബൂ ലുഅ്ലുഅ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് കുത്തി. ഉമർ ദിവസങ്ങൾ ആ മുറിവുമായി കഴിഞ്ഞു എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ പുറത്തേക്ക് പോകും, വയറ്റിലും തുളയിലൂടെ പുറത്തേക്ക് പോകുമായിരുന്നു. വെള്ളം കുടിച്ചാൽ അത് പുറത്തേക്ക് പോകുമായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടി. അതിനിടയിൽ ഉമർ വസിയത്തുകൾ പറഞ്ഞു ശേഷമുള്ള ഖലീഫയോട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക്. എന്തിന്? ഉമറിനെ തന്നെ വഫാത്തായാൽ 2 കൂട്ടുകാർക്കരികിൽ ഖബറടക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖിനും അരികിൽ ഖബറടക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി ആഗ്രഹിച്ച ഇടമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഞാൻ ഉമറിന് അത് മാറ്റിവെക്കുകയാണ്. എന്നെ ബാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബാക്കി ഭാര്യമാരുടെ കൂടെ ഖബറടക്കിയാൽ മതി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി റിവായത്ത് വന്നിട്ടുണ്ട്. ബഖീഅയിലാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചു. പക്ഷെ നിങ്ങളറിയുമോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ വസിയത്തിൽ വീണ്ടും പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒന്നുകൂടി ചോദിക്കണം. എന്തിനാണത്? കാരണം ജീവിച്ചിരിക്കെ ഞാൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണെങ്കിലും അവർ സമ്മതിച്ചത്.
മരണത്തിന് ശേഷം പിന്നെ ആ പ്രശ്നമില്ലല്ലോ, പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സമ്മതിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉമർ ഖത്താബ് ഇത് പറഞ്ഞു വെച്ചു എന്ന്, നിങ്ങൾ ഞാൻ മരണപ്പെട്ട ഒന്നുകൂടി ചോദിക്കണം ആയിഷയോട്. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ അവരുടെ നീതിയും അവരുടെ ഖൈറും അവരുടെ സത്യസന്ധതയും എത്രമാത്രം വലുതായിരുന്നു. റളിയല്ലാഹു അൻഹും അജ്മഈൻ. നോക്കൂ, സഅദ് ഇബ്നു അബി വഖാസിനെ പിൻവലിച്ചത് അജ്സ് കൊണ്ടോ ഖിയാനത്ത് കൊണ്ടോ അല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്നി ഹഫീദുൻ അലീം, ഞാൻ വിശ്വസ്തനാണ്, അതുപോലെ അലീമാണ്, ഈ കാര്യം അറിയുന്ന ആളാണ്. അത് ഈ അർത്ഥത്തിലാണ് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത്. കാരണം അത് ഏറ്റെടുത്തില്ല എങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ വരാൻ മാത്രമല്ല, ഇത് സുഖകരമായ ഒരു കാര്യമല്ല വരാൻ പോകുന്നത്. ഏത് ക്ഷേമത്തിൻ്റെ വർഷത്തിലെ ഉത്തരവാദിത്വം, അതിനുശേഷമുള്ള ഉത്തരവാദിത്വം അതെല്ലാം ചുമലിലുണ്ട്. അത് ജനങ്ങൾക്കെല്ലാം ഖൈറായി തീരുമെന്നതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.